എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ ഏദൻ തോട്ടത്തിലല്ലേതാ. ഇത് കണ്ടോ, നമ്മുടെ ഏദൻ തോട്ടത്തിൽ വന്നപ്പോൾ ഇന്നൊരു കാഴ്ച കണ്ടത് കണ്ടോ. വെള്ളരിക്കകൾ കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. 2-3 ദിവസം നല്ല മഴയായിരുന്നത് കാരണം ഇങ്ങോട്ട് വരാതിരുന്ന സമയത്ത് 2 ദിവസം കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ വള്ളി എല്ലാം ടെറസിലല്ലോ പന്തലിലോട്ട് കയറിപ്പോയി. പിന്നെ ഞാൻ ശല്യം ചെയ്യാൻ പോയില്ല, അവിടെ തന്നെ വിട്ടിരുന്നു. ഇപ്പോൾ അതിൽ നിറച്ച് കായ്കൾ പിടിച്ചു തുടങ്ങി കേട്ടോ. ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്നത് ഒരു ടയർ കൂട്ടയിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ടയർ കൂട്ടയിൽ വെച്ചാണ് ആ സൈഡിൽ കൂടെ പടർത്താനായിരുന്നു പ്ലാനെങ്കിലും ഇതിൽ ഒരു വള്ളി മുകളിലോട്ട് കയറിപ്പോയെങ്കിലും അതിൽ നല്ലതുപോലെ കായ്കൾ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളരി നടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ വേറൊരു ടയർ റൂട്ടയിൽ വെച്ചിരിക്കുന്ന ഒരു വെള്ളരി തൈയാണ് കേട്ടോ. ഇന്നിപ്പോൾ അതിൻ്റെ ചുവടിളക്കി കുറച്ച് ചാണകവും നമ്മുടെ ഇവിടെ ടാങ്കിൽ അസോള നിറഞ്ഞ് കിടപ്പുണ്ടായിരുന്നേ, അസോളയും വാരിയിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് കരിയില താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് പൊതയിട്ട് കൊടുക്കണം. ഞാനിത് പ്രോട്രയിൽ പാകി മുളപ്പിച്ച തൈ ഇളക്കി നട്ടിട്ട് ഒരാഴ്ച ആയതാണ് കേട്ടോ. ഇത് 14 ദിവസം കുമ്മായിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി ഇത്രയും ചേർത്താണ് നട്ടത് കേട്ടോ. പിന്നെ ഈ തൈ ഇളക്കി വയ്ക്കുന്ന സമയത്ത് ആ തൈ നമ്മൾ വയ്ക്കുന്ന ആ പിള്ളക്കുഴിയിൽ ഒരു നുള്ളു വാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുത്തു ചോട്ടിൽ. അങ്ങനെയാണ് ഞാനിത് നട്ടത്. എല്ലാത്തിനും നല്ലതുപോലെ പൊതയിട്ട് കൊടുത്തു. പൊതയിടാനായിട്ട് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാമോ? ഇത് കണ്ടോ, ഇത് ശീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. ധാരാളം ശീമക്കൊന്നകൾ ഞാൻ അവിടെ താഴെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വേലിയായിട്ട് കോഴിക്കൂടിന് ചുറ്റിനും അല്ലാതെ നമ്മുടെ താങ്ങുകാലുകളുമായിട്ടൊക്കെ ശീമക്കൊന്ന വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയാണ് ഇത്. അപ്പോൾ ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കരിയില കൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറച്ച് കരിയില, മാക്സിമം കരിയിലകൾ എത്രത്തോളം നമുക്ക് പൊതയിടാൻ ഉപയോഗിക്കാൻ പറ്റുമോ അത്രത്തോളം കരിയിലകളും പച്ചിലകളും. ഈ ശീമക്കൊന്നയൊക്കെ നല്ലൊരു നൈട്രജൻ വളം കൂടെയാണ്. അങ്ങനെ പൊതയും കൂടെ ഇട്ട് കൊടുക്കണം. ഈ വെള്ളരി മൂട്ടിൽ എപ്പോഴും നല്ല ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയായത് കാരണം നമ്മൾ നല്ലതുപോലെ പൊതയിടുന്നത് നല്ലതാണ്. ഞാൻ സാധാരണ വിത്തുകൾ പാകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത്രയും വലിപ്പത്തിലുള്ള കുഴികളുള്ള ട്രേ ആണ് കേട്ടോ. 50 കുഴികളുള്ള ട്രേ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് ഇത്തിരി വലിപ്പമുള്ള അറയായത് കാരണം തൈകൾ നമ്മൾ ഇളക്കി മാറ്റാൻ ഒരു 2-3 ദിവസം താമസിച്ചാലും കുറച്ചുകൂടെ ഒന്ന് വേരോടാനുള്ള ഒരു വലിപ്പം ഈ കുഴികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ഈ വിത്ത് പാകാനായിട്ട് ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ. ഇത് നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറാണ് കേട്ടോ. നല്ലതുപോലെ ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറിൽ വെർമി കമ്പോസ്റ്റ് ചേർത്ത മിശ്രിതമാണ് ഞാൻ വിത്ത് പാകാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ മിശ്രിതം ഈ കുഴിയിലോട്ട് നിറയ്ക്കാം. ഞാൻ ആകെ 10 വിത്തേ എടുത്തിട്ടുള്ളേ. നമുക്ക് 10 വിത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു 4-5 നടാനുള്ള സ്ഥലമേ ഉള്ളൂ. എന്നാലും ഞാൻ 10 വിത്തില്ലാന്ന് തോന്നുന്നു, 9 വിത്തേ എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ ഈ കുഴികളിൽ നിറച്ച് ഈ ഫില്ലിങ് നല്ലതുപോലെ ചേർത്ത് വയ്ക്കണം. നമുക്ക് വേറൊരു രീതിയിൽ കൂടെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ കുറച്ച് മിശ്രിതം ഇതിൽ വാരിയിട്ടതിന് ശേഷം സെയിം സൈസിലുള്ള ഒരു ട്രേ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലതുപോലെ ഈ മിശ്രിതം നമുക്ക് ഈ കുഴികളിൽ പ്രസ്സായി കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് നല്ലതുപോലെ ചേർത്ത് മിശ്രിതം നല്ല ഫില്ലാക്കുക. ഗ്യാപ്പില്ലാത്ത രീതിയിൽ മിശ്രിതം ഫില്ലാക്കുക. അതിലെന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും കട്ടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെടുത്ത് കളയുക. നല്ലതുപോലെ ഫില്ല് ചെയ്യുക. മിശ്രിതം നിറച്ച ട്രേയിലോട്ട് നമുക്ക് വിത്ത് പാകി കൊടുക്കാം. ഇപ്പോൾ ഉണ്ടോ, സ്യൂഡോമോണസിൽ കുതിർത്ത വിത്താണ് കേട്ടോ. ഉണ്ടോ, സ്യൂഡോമോണസിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന വിത്ത് 6 മണിക്കൂർ സ്യൂഡോമോണസിൽ വെച്ച് ഇട്ടിരുന്നു. ആ വിത്താണ് ഞാൻ പാകാൻ പോകുന്നത്. നമ്മൾ വിത്ത് നടുമ്പോൾ വിത്താഴം എന്നാണ് വിത്ത് നമുക്ക് നടാനുള്ള കണക്ക്. അപ്പോൾ അധികം മണ്ണിലോട്ട് ആഴ്ന്നു പോകാൻ പാടില്ല ഒരു കാരണവശാലും. ഇങ്ങനെ വിത്തെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക, നിരത്തി വയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ
ആ മുള വരാനുള്ള ഭാഗം മുകളിലോട്ടാക്കി വേണമെങ്കിലും നമുക്ക് വിത്ത് പാകാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ ചരിച്ചാണ് വയ്ക്കുന്നത്. നമുക്ക് വലിയ വിത്ത് പടവലം, പാവൽ അങ്ങനെയൊക്കെയുള്ള വിത്തുകളാണെങ്കിൽ നമുക്ക് ആ മുള വരുന്ന ഭാഗം മുകളിലോട്ടാക്കി അങ്ങനെ പാകാൻ പറ്റും. ഇതിപ്പോൾ ഞാനിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ. വെള്ളരി വിത്ത് തന്നെയല്ലോ, കുഴപ്പമില്ല. എന്നിട്ട് ഒരു ശകലം മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒരു കാരണവശാലും വിത്ത് അധികം താഴ്ന്നു പോകാൻ പാടില്ല. അധികം താഴ്ന്നു പോയാൽ മുളച്ച് മുകളിലോട്ട് വരാനായിട്ട് താമസിക്കുകയും ചെയ്യും. അങ്ങനെ താമസിക്കുമ്പോൾ ആ തൈകൾക്ക് കേടുണ്ടാവുകയും ചെയ്യും. ഞാനിപ്പോൾ 10 വിത്താണ് പാകാനായിട്ട് എടുത്തത് കേട്ടോ. ഒരു 3 ദിവസം കഴിയുമ്പം വെള്ളരി വിത്ത് മുള വന്ന് തുടങ്ങാൻ പറ്റും. ഒരു 4 ഇല പ്രായമാകുമ്പോൾ നമുക്ക് മാറ്റി നടാനും പറ്റും. നമ്മുടെ ഏദൻ തോട്ടത്തിലെ വെള്ളരി കൃഷി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബായ്.